ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾ എനിക്ക് ക്യാരറ്റ് ഹലുവ തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ക്യാരറ്റ് ഹലുവ. അതിൽ ഖോയയും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നല്ല ചുമന്ന ക്യാരറ്റ് ഒക്കെ കിട്ടും. നല്ല മധുരമുള്ള ക്യാരറ്റാണ്. അപ്പൊ അത് വെച്ചിട്ട് ഞാനും ഒന്ന് ക്യാരറ്റ് ഹലുവ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. ഖോയ വെച്ചിട്ട്. ഖോയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാല് നമ്മൾ വറ്റിച്ചെടുക്കുന്നതാണ്. അത് അതിന് മാവാന്നും പറയും. അത് വെച്ചിട്ട് നമുക്ക് ഗുലാബ് ജാമുൻ, പേട, ബർഫി ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആ മാവ നമ്മള് ക്യാരറ്റ് ഹലുവയിലും ഇടാറുണ്ട്. അപ്പൊ അത് വേറെ ഒരു നല്ല ടേസ്റ്റാണ്, പ്രത്യേക ടേസ്റ്റാണ്. അപ്പൊ അതെന്റെ കയ്യിൽ ഇല്ല. ഈ കടയിൽ പോയി വാങ്ങിക്കാൻ വേണ്ട, വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യം ഇത് മാവ ഉണ്ടാക്കാം, അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ് ഹലുവ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. മാവ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ലിറ്റർ ഫുൾ ക്രീം മിൽക്ക് വേണം. അത് വെച്ചിട്ടാണ് അതിങ്ങനെ വറ്റിച്ചെടുത്തിട്ട് വേണം മാവ ഉണ്ടാക്കാൻ. അതാണെങ്കിൽ കുറെ ടൈം എടുക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഷോർട്ട് കട്ട് ചെയ്യാം, മാവ ഉണ്ടാക്കാൻ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ഖോയ ഉണ്ടാക്കണേന്ന്. ഖോയ അല്ലെങ്കിൽ മാവ ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ നെസ്ലേന്റെ എവരിഡേ മിൽക്ക് പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. 1 കപ്പ് മിൽക്ക് പൗഡർ എടുക്കണം. പിന്നെ 1/2 കപ്പ് മിൽക്ക്, 2 ടേബിൾ സ്പൂൺ ഗീ. അപ്പൊ ആദ്യം നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് ചൂടായി കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1/2 കപ്പ് മിൽക്ക് അതിലേക്ക് ഒഴിക്കാം. അപ്പൊ അത് മിൽക്ക് നന്നായിട്ട് തിളച്ചു വരണം. അപ്പൊ നമ്മൾ ഈ ഖോയ ഉണ്ടാക്കാൻ ഈ ഫുൾ പ്രോസസ്സ് നമ്മൾ ലോ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ തിളച്ചു വന്നു നമുക്ക് ഇതിലേക്ക് മിൽക്ക് പൗഡർ ഇടാം. മിൽക്ക് പൗഡർ അപ്പൊ കുറച്ച് കുറച്ചായിട്ട് ഇടണം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. അപ്പൊ അത് ഫുൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമുക്കത് മിൽക്ക് പൗഡർ അതിലേക്ക് ഇടാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ സാധാരണ നമ്മളുടെ മിൽക്ക് ഇത് ഖോയ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു 1 ലിറ്റർ ഫുൾ ക്രീം മിൽക്ക് വെച്ചിട്ടാണ്. അപ്പൊ അത് തന്നെ അരമണിക്കൂർ 30 to 45 മിനിറ്റ് ഒക്കെ എടുക്കും. നമ്മൾ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അത് വറ്റിച്ചെടുക്കുക വേണം. ഇതാണെന്നുണ്ടെങ്കിൽ വെറും 10 മിനിറ്റ്സിൽ നമുക്ക് നമ്മളുടെ ഖോയ റെഡി ആവും. അപ്പൊ ഇതും ഇത് പതുക്കെ ഇത് ഇപ്പൊ പാനിന്ന് വിട്ടു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഒന്നും കൂടി നന്നായി ഇളക്കണം. അതിന്റെ വെള്ളത്തിന്റെ അംശമൊക്കെ പോവണം. അപ്പൊ അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അത് കഴിഞ്ഞ് ഇതിപ്പോ നമുക്ക് ഗുലാബ് ജാമുനും അല്ലെങ്കിൽ പേട അല്ലെങ്കിൽ ബർഫി ഇങ്ങനത്തെ സംഗതികളൊക്കെ ഇത് വെച്ചിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പൊ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഇടാം. അപ്പൊ ഇതാണ് ഖോയ. ഇത് വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഖോയ റെഡിയാവും. ഇപ്പൊ ഖോയ റെഡിയായി. ഇനി ക്യാരറ്റ് ഹലുവ ഉണ്ടാക്കണം. അപ്പൊ അടുത്ത വീഡിയോയിൽ ക്യാരറ്റ് ഹലുവ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.